വേളാങ്കണ്ണിയിൽ നിന്ന് വന്ന് പിറ്റേ ദിവസം തന്നെ ഒരു കല്യാണം കൂടാനുണ്ടായിരുന്നു. തൃശ്ശൂർക്കായിരുന്നു അത്. നമ്മൾ ലേറ്റായിട്ടാണ് കിടന്നത്. അപ്പോൾ ലേറ്റായിട്ട് എഴുന്നേൽക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പോകാനും വൈകി, മുട്ടൻ പണിയും കിട്ടി. അവിടെ നല്ല ബ്ലോക്കായിരുന്നു. 1.5 മണിക്കൂർ ബ്ലോക്കിൽ പെട്ടിട്ടാണ് നമ്മൾ നേരെ റിസോർട്ടിലെത്തി ഫുഡ് കഴിച്ചത്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ വാഭാഗ്യം നല്ല കുറവാണ് ഗൈസ്. ബിരിയാണി ഒരിടത്തൊന്നും കിട്ടാറില്ല. ഫുൾ ചോറും കറിയാണ്. പിന്നെ നമ്മൾ റിസോർട്ടൊക്കെ ഫുള്ള് കണ്ടു. പിന്നെ ആ ഒരു ക്ഷീണം, ആ ഒരു സങ്കടം മാറ്റാൻ ഞാൻ ഒരു പീസ് കേക്കും കഴിച്ചിട്ടാണ് നമ്മൾ റിസോർട്ട് കാണാനായിട്ട് ഇറങ്ങിയത്. റിസോർട്ട് അടിപൊളി റിസോർട്ടായിരുന്നു. എന്താണ് പറഞ്ഞ എന്താണ് വെള്ളമില്ലാത്ത സ്ഥലത്ത് വെച്ചാണ് ആൾ പണി നടത്തിയത്. ഞാൻ കുടിവെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോരാനാണ് തുടങ്ങിയത്. പോകുന്ന വഴിക്ക് കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. ഇവിടം വരെ എന്ന് പറഞ്ഞാൽ ഞാനൊരു ചായക്കടയാണ് ഉദ്ദേശിച്ചത്. ഞാൻ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഫുഡിലൊട്ടും ഹാപ്പി അല്ല, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ചായക്കടയിൽ നിന്ന് വേണമെന്ന്. അങ്ങനെ നമ്മളൊരു ചായക്കടയിൽ നിർത്തിയിട്ട് ഒരു ചായയും ഒരു മുട്ട പപ്സും ലൂക്കിനൊരു ജ്യൂസും കൂടെ മേടിച്ചു. ലൂക്കും റൂത്തും കൂടി ജ്യൂസിന് നല്ല ഇടിയായിരുന്നു ഗൈസ്. എനിക്കാണെങ്കിൽ ലൈമും മുട്ട പപ്സും ആണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ എനിക്ക് ആ ടൈം ആയപ്പോൾ എന്തോ ചായ കുടിക്കാൻ തോന്നി. പക്ഷെ പിന്നെ ഞാൻ അതിനെപ്പറ്റി റിഗ്രറ്റ് ചെയ്തു. ലൈമും മുട്ട പപ്സും കഴിച്ചാൽ മതിയെന്ന് വിചാരിച്ചു. അതൊരു നല്ല കോംബോ അല്ലേ? നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമാണ് ലൈമും മുട്ട പപ്സും എന്നുള്ളൊരു കോംബോ? ലൂക്കിന് പിന്നെ മുട്ട പപ്സ് ഒന്നും ഇഷ്ടമല്ല, റൂത്തിനും ഇഷ്ടമല്ല. രണ്ടുപേരും കൂടി ജ്യൂസിനായിരുന്നു. ഒരാൾക്ക് സ്ട്രോ വേണം, ഒരാൾക്ക് ഗ്ലാസ് വേണം. അങ്ങനെ രണ്ടും കൂടി ഇടിയായിരുന്നു. പിന്നെ ബാക്കി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര ഇടിയല്ലേ, ബാക്കി ഞാൻ ജ്യൂസ് എടുത്ത് ഞാൻ കുടിച്ചു. പിന്നെ അവിടെ നിന്ന് 2 ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഐസ്ക്രീം എനിക്ക് കിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ഉള്ളത് ഗ്രീൻ ആപ്പിളിൻ്റെ ഐസ്ക്രീമാണ്. അത് നല്ല ഫ്ലേവറാണ്. ഞാൻ ലൂക്കിന് സോപ്പിട്ട് നോക്കി, അപ്പോൾ ലൂക്ക് എനിക്ക് തന്നു. റൂത്തിൻ്റെ കയ്യിൽ നിന്ന് ഒട്ടും കിട്ടിയില്ല ഗൈസ്. പിന്നെ ഞാനും ലൂക്കും കൂടി ഷെയർ എന്നും പറഞ്ഞ് കഴിച്ചിട്ട് ഫുൾ എൻ്റെ വയറ്റിലോട്ടാണ് ഗൈസ് പോയത്.